ഹലോ, വെൽക്കം ബാക്ക് ടു ഡെയിലി ലോഗ്സ്. ഇന്നത്തെ റെസിപ്പി സിമ്പിൾ പുഡിംഗ് റെസിപ്പിയാണ്. നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു പുഡിംഗാണ് ബ്രെഡ് ബനാന പുഡിംഗ്. പുഡിങ്ങിൻ്റെ ഇടയിൽ എന്തെങ്കിലും കടിക്കാണ്ടെങ്കിൽ അതൊരു പ്രത്യേക രസമാണ്. അപ്പോൾ അതെല്ലാം ഫില്ലിംഗ് ആണ് കേട്ടോ ഇപ്പോൾ തയ്യാറാക്കുന്നത്. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു സ്പൂൺ നെയ്യ് ആഡ് ചെയ്തിട്ട് അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് രണ്ടും കൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. രണ്ടും കൂടി ബ്രൗൺ കളറായി വരുന്ന സമയത്ത് അതിലേക്ക് 2 നേന്ത്രപ്പഴം കട്ട് ചെയ്തതാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ പഴം ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ആ പഴം നെയ്യിൽ കിടന്നിട്ട് ഒന്ന് വാടി വരണം. അതുവരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഞാനിവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫില്ലിങ്ങിൻ്റെ അളവിനനുസരിച്ചിട്ട് 3 or 4 ഒക്കെ നേന്ത്രപ്പഴം എടുക്കാവുന്നതാണ്. അപ്പോൾ പഴം ഏകദേശം വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ഷുഗറാണ് ആഡ് ചെയ്യുന്നത്. ഷുഗർ നമ്മൾ 2 സ്പൂൺ ഇപ്പോൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാറ്റർക്കും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പുഡിംഗ് ആകുമ്പോൾ എന്തായാലും മധുരം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്യാം കേട്ടോ. 2 സ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. പഴവും പഞ്ചസാരയും നന്നായിട്ട് മിക്സ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ അടുത്ത ആളെയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങ കേട്ടോ. തേങ്ങ ഒരു 1/2 കപ്പ് തേങ്ങ അല്ലെങ്കിൽ ഒരു 1/2 മുറി തേങ്ങയാണ് 2 പഴത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഏകദേശം നമ്മുടെ ഫില്ലിങ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിനുള്ള ബാറ്ററാണ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഫില്ലിങ് ജസ്റ്റ് നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തൊന്ന് മാറ്റി വെക്കാം. ഈ ബാറ്റർ തയ്യാറാക്കുന്നത് നോക്കാം കേട്ടോ. ബാറ്റർ ഉണ്ടാക്കാൻ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് ഒരു 1/2 ഗ്ലാസ് നമ്മൾ മാറ്റി വെച്ചിരിക്കണം. ബാക്കി പാല് മുഴുവനായിട്ടും പാലിന് നമ്മൾ ചൂടാക്കിയെടുക്കാം. ഈ പാല് ചൂടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു മിക്സ് തയ്യാറാക്കാണ്ട്. അതിന് 3 സ്പൂൺ കോൺഫ്ലവർ എടുത്തിക്കണം. പിന്നെ നമ്മൾ മാറ്റി വെച്ച 1/2 ഗ്ലാസ് പാൽ, അത് രണ്ടും കൂടെ മിക്സാക്കി കൊടുക്കുക കേട്ടോ. കട്ടൊന്നും പിടിക്കാതെ നല്ലോണം ഇളക്കി മിക്സാക്കി കൊടുക്കുക. ഇതിലേക്ക് വാനില എസൻസ് കൂടി ആഡ് ചെയ്യണം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് അതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ പുഡിങ്ങിന് നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പോഴേക്കും പാല് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഷുഗർ ആഡ് ചെയ്യേണ്ട. ഒരു കപ്പ് പഞ്ചസാരയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു നുള്ള ഉപ്പ്, ഒരു പിഞ്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ആ മധുരത്തിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി മാത്രം. ഇതൊക്കെ പാട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഉരുകി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ മിക്സ്, കോൺഫ്ലവറിൻ്റെ മിക്സ് ആഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കട്ട പിടിക്കാതെ ആഡ് ചെയ്ത് കൊടുക്കണം. കോൺഫ്ലവർ ചൂടായാൽ പെട്ടെന്ന് തന്നെ കുറുകി വരും. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ബാറ്റർ ടൈറ്റായി വരൽ കൊടുത്തിട്ടുണ്ട്. കോൺഫ്ലവർ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി മതിട്ടോ. നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. അപ്പോൾ ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് എടുത്തിട്ട് ബ്രെഡിൻ്റെ 4 പുറം ആ ബ്രൗൺ കളർ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് സെറ്റാക്കി വെക്കാം. ഒരു പുഡിംഗ് ട്രേ എടുത്തിട്ട് അതിൽ ബ്രെഡ് ഇങ്ങനെ പരത്തി വെക്കാം. മൊത്തത്തിൽ ഫില്ലാവുന്ന രീതിയിലേക്ക് വെക്കുക. ഇനി നമ്മളതിലേക്ക് ആ ബാറ്റർ നമ്മൾ ചൂടോടുകൂടി തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചൂടാറാൻ നിൽക്കണം. ചൂടാറി കഴിഞ്ഞാൽ പെട്ടെന്ന് നല്ല കട്ടയായി പോവും. അപ്പോൾ ആ ചൂടോടുകൂടി തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമുക്കതിൻ്റെ ഫില്ലിങ്ങിൽ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ് ആ ഒരു ബാറ്ററിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും എത്തിച്ചു കൊടുക്കാം. ഇനി ബ്രെഡ് അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. സെക്കൻഡ് ലെയർ ആക്കിയിട്ട് വെച്ച് കൊടുക്കുക. മൊത്തത്തിൽ ഫില്ലാക്കി തന്നെ വെച്ച് കൊടുക്കുക കേട്ടോ. ഇനി ബാക്കിയുള്ള ബാറ്ററും കൂടി അതിൻ്റെ മുകളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ മൊത്തത്തിൽ ഫില്ലാക്കിയിട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ മുകൾക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യുന്നുണ്ട്. വിപ്പിംഗ് ക്രീം നമ്മൾ നേരത്തെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീമാണ് കേട്ടോ. അതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്രീം എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കുക. മൊത്തത്തിൽ ഫില്ലാക്കി കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ആൽമണ്ട് ക്രഷ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഡെക്കറേഷൻസിൻ്റെ സ്റ്റെപ്പ് ആയതുകൊണ്ട് നമുക്ക് ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ.
അതിന് മുകളിൽ കുറച്ച് ഷുഗർ ബോൾസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പുഡിങ് സെറ്റായി. ഇനി ഇതൊന്ന് റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് കൂൾ ചെയ്യാൻ വെക്കണം. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒന്ന് തണുത്ത് വരട്ടെ, നല്ലോണം തണുത്ത് വരണം. എന്നാലേ ഉള്ള പുഡിങ്ങും ഉള്ളൊക്കെ ഒന്ന് സെറ്റായിട്ട് വരിക. മിനിമം ഒരു 3 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ, എന്നാലേ ഉള്ളതൊന്ന് സെറ്റായി കിട്ടുക. പക്ഷെ നമ്മൾ വേഗം എടുത്തിടണം, കാരണം നമുക്ക് തീരെ വെയിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ്. കഴിക്കാനുള്ള ആളുകളൊക്കെ അവിടെ റെഡി ആയി നിൽക്കുകയാണ്. നമ്മൾ പെട്ടെന്ന് എടുത്തുകൊണ്ട് തന്നെ സെറ്റായിട്ട് വരുന്നേ ഉള്ളൂ. നമ്മളതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. ഇതാണ് നമ്മുടെ സൂപ്പർ ടേസ്റ്റി പുഡിങ്. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒപ്പം നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ.